ഹലോ ഗൈസ്, കഴിഞ്ഞ ദിവസം ആരാധ്യനെ കൊണ്ടാണ് പുറത്ത് പോയത്. അത് കാരണം അപ്പോൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. ഞാൻ അവനെ കൊണ്ട് പുറത്ത് പോകാമെന്ന് പറഞ്ഞിരുന്നു. എന്നാലും വയറിന് ഒരു ചെറിയ പ്രശ്നം വന്നു ഫുഡിൽ. ചുമ്മാ എന്നാലും ഞായറാഴ്ച പുറത്ത് പോയി. ലേറ്റ് ആയിട്ടോ, ശരിക്കും കുറച്ച് നേരത്തെ ഇറങ്ങണമായിരുന്നു കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ ഈ കടയുടെ മുതലാളി, മാതാ സ്റ്റോഴ്സ് എന്നാണ്. സ്ഥിരം ഞങ്ങളവിടെ പോകുന്നതാണ് കേട്ടോ. ഇഷ്ടം പോലെ വെറൈറ്റി ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഈ 2 സെക്കൻഡ് സ്റ്റഡാണ് വാങ്ങിച്ചത്. നമുക്കിങ്ങനെ എന്താ പറയുക, മതിയാവില്ല എന്ന് പറയില്ല, ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വെറൈറ്റി കളക്ഷൻസാണ് കേട്ടുള്ളത്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങുന്നുള്ള കാരണം അത്യാവശ്യം വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകുന്നു. മുതലാളി ഭയങ്കര കാം ആൻഡ് കൂളാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ സൊസൈറ്റിയാണ് കേട്ടോ, ലോൺ എടുത്തിരിക്കുന്നത് അവിടെ നിന്നാണ്. അത് കഴിഞ്ഞ് ഞാനും അപ്പവും കൂടെ കുറച്ചും കൂടെ അങ്ങ് ഡ്രൈവ് ചെയ്ത് പോയി. കാരണം നൈറ്റായി, 8 മണി കഴിഞ്ഞപ്പോഴും കടകളൊക്കെ ഒരുവിധം അടച്ചിരുന്നു. മാംഗോ ബേക്കേഴ്സ് എന്ന് കണ്ട് ഫേമസ് ആയിട്ടുള്ള കടയൊക്കെയാണ്. അവിടെ കയറിയിട്ട് ഞങ്ങൾ അവനൊരു ഷാർജ ഷേക്കാണ് പറഞ്ഞത്. എനിക്ക് തണുപ്പ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ശ്വാസം മുട്ടൽ കൂടുന്ന കാരണം ഞാനൊരു കോഫിയും ഒരു കട്ട്ലേറ്റാണ് കേട്ടോ പറഞ്ഞത്. കോഫി നല്ല രസമുണ്ടായിരുന്നു, പക്ഷേ കട്ട്ലേറ്റ് അടപടലെ മൂഞ്ചിന്ന് തന്നെയല്ല, 25 രൂപ ഒരു കുഞ്ഞ കട്ട്ലേറ്റിന്. അതെനിക്ക് ബില്ലടയ്ക്കാൻ നേരത്താണ് എനിക്ക് കുറച്ച് ഫീൽ ചെയ്തത്. കാരണം ഞാൻ എല്ലാത്തിൻ്റെയും പൈസയും കാര്യങ്ങളൊക്കെ നോക്കും, വേറൊന്നും കൊണ്ടല്ല. സ്വിഗ്ഗി സൊമാറ്റോയിലൊക്കെ ഞാൻ ഓടിയിട്ടുണ്ട്. അപ്പോൾ 5 രൂപയ്ക്കും 10 രൂപയ്ക്കും നല്ല വാല്യൂ ഉണ്ട് എനിക്ക്. അപ്പം ഞാൻ കൊടുക്കുന്ന പൈസയ്ക്ക് വെർത്താണോ എന്നുള്ളത് എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഇവിടെ കാപ്പി അടിപൊളിയായിരുന്നു കേട്ടോ, അത് പറയാൻ വയ്യ. 20 രൂപയാണ് കാപ്പിക്ക്, പക്ഷെ നല്ല കാപ്പിയായിരുന്നു കേട്ടോ, നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പക്ഷേ കട്ട്ലേറ്റ് ചെറുതായിട്ടൊന്ന് ഒരു എന്താ പറയുക, അത്രയും പൈസ ആയിപ്പോയി. അതിന് ഞാൻ കുറച്ച് വിഷമിച്ചു. ആരാധിക്ക് പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടൊരു മിഠായിയൊക്കെ വാങ്ങിച്ചു കേട്ടോ. അവൾക്ക് ചോക്ലേറ്റിൻ്റെ ഇഷ്ടമായിരുന്നു, അങ്ങനത്തെ വാങ്ങിച്ച്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നു വീട്ടിലേക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ് ഇന്നത്തെ വിശേഷം. താങ്ക് യു സോ മച്ച്.